വളരെ പ്രധാനപ്പെട്ട തെരച്ചിൽ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നടക്കുന്ന കാര്യം നമ്മൾ കണ്ടതാണ്. അവിടെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് SP മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് അന്വേഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഇല്ല, അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. എന്തിനാണ് കസ്റ്റഡിയിൽ? ഇല്ല, പരിശോധിക്കേണ്ട കാരണം ഇതുമാത്രം ബന്ധപ്പെട്ടിട്ടുള്ള സംശയത്തിൽ മുമ്പ് ഇവിടെ സെബാസ്റ്റ്യൻ ഇവിടെ വരാറുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം ഇവിടെ പരിശോധിച്ചെന്നുള്ളൂ. നമ്മൾ തീർച്ചയായിട്ടും ഇത് ഐഷയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ സെർച്ച് നടത്തിയിരിക്കുന്നത്. ഇല്ല, ബിന്ദു പത്മനാഭന്റെ കേസുമായിട്ട് ഇതിൽ യാതൊരു ബന്ധവുമില്ല. അത് ബിന്ദു പത്മനാഭന് സെബാസ്റ്റ്യനെ ഈ റോസമ്മയ്ക്ക് അറിയാവുന്ന രീതി ഉണ്ട് എന്നുള്ള ഒരർത്ഥത്തിൽ മാത്രമാണ് നമ്മളിവിടെ പരിശോധന നടത്തിയത്. ഇതിനു മുമ്പും നമ്മളിവിടെ ഒന്ന് ചോദ്യം ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതിലൊന്നും അന്നും സംശയങ്ങളൊന്നും അവർ പുതുതായി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇല്ല, അതിനെ കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല. അതിനെ കുറിച്ചൊന്നും ഒന്നുമല്ല. അവർ ഒരു പരസ്പര വിരുദ്ധവും എനിക്കറിയില്ല. അതിനെക്കുറിച്ച് സംസാരിക്കും. രണ്ടാമത് ചോദ്യം ചെയ്തിരുന്നു സാർ ഈ പുതിയ കാര്യങ്ങൾക്ക് ശേഷം. അതിനെ കുറിച്ചിട്ടൊന്നും ഇപ്പൊ പറയാൻ കഴിയില്ല. അല്ല, പരിശോധന ഫലം അവർ റെക്കോർഡായിട്ട് റിപ്പോർട്ടായിട്ട് തരും. അപ്പൊ അതിനനുസരിച്ചിട്ട് ബാക്കി മുന്നോട്ട് പോകാൻ പറ്റും. ഇല്ല, അത് കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കേസാണ്. അതുമായിട്ട് അസ്ഥിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കണ്ട. നമ്മളത് കണക്റ്റഡ് കേസായിട്ട് അന്വേഷിക്കുന്നത് മാത്രം. ഇല്ല, പറഞ്ഞിരുന്നു വാച്ച് കിട്ടിയിരുന്നു. കത്തിച്ച രീതിയിൽ ഒരു വാച്ചിന്റെ ഡയല്, സ്ട്രാപ്പ് അല്ല ഡയല്. ഇല്ല, അതിനെ കുറിച്ചൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. അല്ലല്ല, ഇല്ല, അതൊക്കെ ഭാവിയിൽ മേലുദ്യോഗസ്ഥരായിട്ട് കൂടിയിട്ട് അന്വേഷിച്ച് ഞങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്തിട്ടേ ഉള്ളൂ. അത് ഞാനല്ല പറയേണ്ടത്. അതിന്റെ ആവശ്യമില്ല. എല്ലാവർക്കും ഇൻഡിപെൻഡന്റ് കേസാണ്. ഓരോ ചേർത്തലയിൽ അന്വേഷിക്കുന്നുണ്ട്, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. ഇല്ല, അതിപ്പോ ഒന്നും പറയാറായിട്ടില്ല. ഇനിയിപ്പോ ഇത് വെച്ചിട്ടുള്ള അനലൈസ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇനി തുടരാനുള്ള അന്വേഷണം നടത്തും. ഇന്നത്തെ പരിശോധന കഴിഞ്ഞു. ഇല്ല, അത് അവർ തീരുമാനിക്കും. നമ്മുടെ പരിശോധനകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് ചേർത്തലയായിട്ട് കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരോട് ചോദിക്കും. ഇല്ല, അതൊന്നും എനിക്കറിയില്ല അതിനെ കുറിച്ച്. അത് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ലീഡിങ് ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയാൻ പറ്റില്ല. ഒന്നും പറയാറായിട്ടില്ല കേസുമായിട്ട്. കാരണം അത് മിസ്ലീഡ് ചെയ്ത് പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഇനി ഒന്നും ഫർദർ ആയിട്ട് പറയാൻ വേറെ ഒന്നുമില്ല. ഓക്കെ, ഒന്നും എനിക്കറിയില്ല. അതിനെ കുറിച്ചൊന്നും നിങ്ങൾ ചോദിക്കണം. എവിഡൻസുകൾ വെച്ചിട്ടൊന്നും നമുക്ക് ഇപ്പോൾ ഒന്നും ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സമയമല്ല ഇത്. ഐഷ കേസ് ക്ലോസ് ചെയ്ത അവസ്ഥയാണ്. അത് റീ ഓപ്പൺ ചെയ്യാനുള്ള നടപടി എനിക്കറിയില്ല. അതൊന്നും ഞങ്ങളുടെ ഭാഗമല്ല. റീ ഓപ്പൺ ചെയ്തതും ഐഷ കേസ് ഞങ്ങൾ അന്വേഷിക്കുന്നില്ല. അത് ഞങ്ങളുടെ ഭാഗമല്ല. അതും പറയാൻ പറ്റില്ല. വാച്ച് ആർക്കും കേട്ടാം. അതിന്റെ ആവശ്യമില്ല. ഓരോ ടീം അവരവരുടെ കേസുകൾ അന്വേഷിക്കുക. സംയുക്തമായി അന്വേഷിച്ചാൽ ഇതൊന്നും ഇവിടെ എല്ലാവരും നല്ല രീതിയിൽ ഓരോ ടീമും നല്ല രീതിയിൽ കേസുകൾ അന്വേഷിക്കുന്നു. ഇതുവരെയും ഈ കേസ് നിങ്ങളറിയാതെ തന്നെ ഇത്രയും വർഷം അന്വേഷിച്ചല്ലോ, നിങ്ങൾ ആരും അറിയാതെ. അതുകൊണ്ട് ഇനിയും തുടർന്നും ഈ കേസ് അതേപോലെ തന്നെ അന്വേഷിക്കും. അല്ല, അതിനാണല്ലോ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഇതെങ്ങനെയും തെളിയിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത്. ഇല്ല, അതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, താങ്ക് യു. ക്രൈംബ്രാഞ്ച് DYSPയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അവരുടെ പരിശോധനകൾ, ക്രൈംബ്രാഞ്ചിന്റെ പരിശോധനകൾ അവിടെ പൂർത്തിയായിരിക്കുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ലീഡ് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ മാധ്യമങ്ങളോട് പറയാനാകില്ല എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ആയിഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് അവിടെ പരിശോധന, റോസമ്മയുടെ വീട്ടിൽ ഉൾപ്പെടെ പരിശോധന നടന്നതെന്നും അദ്ദേഹം സ്ഥിരീകരിക്കുന്നു.